പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായി അവിടെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് അത്ഭുതകരമായ വിടുതലും അനുഗ്രഹങ്ങളെയും പ്രത്യാശയും വെളിപ്പെടുത്തി മാനിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, ശത്രു അപകരിച്ചു വെച്ചിരിക്കുന്ന ചില നന്മകളെ ദൈവാത്മാവ് നമ്മുടെ കരങ്ങളിലേക്ക് മടക്കി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ള മർമ്മമാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായി ജോലിയെ തടഞ്ഞു വച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ വസ്തു സംബന്ധമായി നമ്മുടെ അധികാര പത്രങ്ങളെ അല്ലെങ്കിൽ പ്രമാണത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ, നമ്മുടെ ഭവനത്തെ നമുക്ക് തടഞ്ഞു വെച്ച് ശത്രു അത് കൈക്കലാക്കി വെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നത്, നിനക്ക് നഷ്ടപ്പെട്ടതിന് അത് ജോലിയാണോ, നിന്റെ ഭവനമാണോ, നിന്റെ വസ്തുവിന്റെ പ്രമാണമാണോ, മറ്റ് അധികാര പത്രങ്ങളിൽ പലതും നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതിനെ മടക്കി തരുവാൻ ശക്തനായ ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാല വചനത്തിൽ കൂടി എനിക്ക് വെളിപ്പെടുത്തി കാണിക്കുവാനുള്ളത്. അതിനാധാരമായിട്ട് എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി വച്ചു. ഇതാണ് ഇന്ന് പകൽക്കാലത്തെ വചന ചിന്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ ശത്രുവാകുന്ന ഹാമാൻ നമ്മുടെ കരങ്ങളിൽ നിന്ന് അപകരിച്ച് വച്ചിരിക്കുന്ന ചില നന്മകൾ, ഹാമാനാകുന്ന ശത്രു നമ്മുടെ ജീവിതത്തിൽ നിന്ന് കവർന്നു വച്ചിരിക്കുന്ന ചില ജോലി സാധ്യതകൾ, ശത്രുവാകുന്ന ഹാമാൻ നമ്മുടെ കരങ്ങളിൽ നിന്ന് കവർന്നു വച്ചിരിക്കുന്ന നമ്മുടെ പ്രമാണത്തിന്റെ അനുഭവങ്ങൾ, നമ്മുടെ വീട്ടിനകത്ത് പ്രവേശിക്കുവാൻ കഴിയാതെ ശത്രു വീടിനെ കവർന്നു വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ, നന്മയുടെ മേഖലകളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ശത്രുവാകുന്നവൻ അപായപ്പെടുത്തി അതിനെ ഒതുക്കിക്കളയുവാൻ പദ്ധതി ഒരുക്കി ജീവിത മേഖലയിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായി ഭാരങ്ങൾ അനുഭവിക്കുന്നവരല്ലേ, പലപ്പോഴും നമ്മുടെ വസ്തു സംബന്ധമായി പ്രമാണ സംബന്ധമായി നാം പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരല്ലേ. എന്നാൽ ശത്രുവാകുന്ന ഹാമാൻ ഒതുക്കി വെച്ചിരുന്ന, ഹാമാന്റെ കയ്യിൽ ഒതുക്കി വെച്ചിരുന്ന ചില അധികാരത്തെ ദൈവാത്മാവ് പിടിച്ചു വാങ്ങി ഒരു മൊർദെഖായിക്ക് കൊടുത്ത അനുഭവത്തെ കുറിച്ച് നമുക്ക് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, നമ്മളെ നിന്ദിച്ച മേഖലകളിൽ നമ്മളെ പരാജയപ്പെടുത്തി സമൂഹത്തിന്റെ നടുവിൽ കൊന്നുകളയാൻ പദ്ധതി ഒരുക്കി. യഹൂദന്മാർ ഒന്നടങ്കം മൊർദെഖായി ഉൾപ്പെടെ ഹാമാൻ കൊന്നുകളയാൻ പദ്ധതി ഒരുക്കി. അതിനുള്ള രേഖ എഴുതി കൈക്കലാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറഞ്ഞു, ആ രേഖയെ മാറ്റിമറിച്ച് ആര് നിന്നെ അപായപ്പെടുത്താൻ നോക്കിയോ, ആര് നിന്നെ കൊന്നൊടുക്കാൻ പദ്ധതി ഒരുക്കിയോ, അദ്ദേഹത്തെ കൊണ്ട് തന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ കഴിയുന്ന മർമ്മമെന്ന് പറയുന്നത്, എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. എവിടെ നിന്ദിക്കപ്പെട്ടോ, ആരാൽ നിന്ദിക്കപ്പെട്ടോ, ആര് നിന്നെ അപായപ്പെടുത്താൻ നോക്കിയോ, അവരെ കൊണ്ട് സർവശക്തനായ ദൈവം സമൂഹത്തിന്റെ നടുവിൽ നീ മാന്യനാണെന്ന് വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ സർവശക്തനായ ദൈവം അവർ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുക. നാം പക്ഷെ ഒന്ന് പുറമോട്ട് ഇറങ്ങി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മെ നിന്ദിച്ച സാഹചര്യങ്ങൾ, സമൂഹത്തിന്റെ നടുവിൽ നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മെ അപവാദപ്പെടുത്തിയ സാഹചര്യങ്ങൾ, അവയെ കൊന്നുകളയാൻ പദ്ധതി ഒരുക്കിയ ചില അവസരങ്ങൾ, അനുഭവങ്ങൾ
നമ്മെ സമൂഹത്തിന്റെ നടുവിൽ കൊള്ളരുതാത്തവരാക്കി തീർക്കാൻ ശത്രുവാകുന്നവൻ പദ്ധതി ഒരുക്കി പല തന്ത്രങ്ങളും മന്ത്രങ്ങളും മെനഞ്ഞ സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം വ്യക്തമായി 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കൂടി ദൂത് വിളിച്ചു പറയുക, ആര് നിന്നെ അപായപ്പെടുത്താൻ നോക്കിയോ, ആര് നിന്നെ നിന്ദിക്കാൻ നോക്കിയോ, അവരെ കൊണ്ട് തന്നെ മാനിപ്പിക്കുവാൻ തക്കവണ്ണം സമൂഹത്തിന്റെ നടുവിൽ നീ മാന്യതയുള്ളവനാണെന്ന് വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ ദൈവം നിന്റെ മേൽ അവിടുന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇതിന് കാരണമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന മൊർദെഖായി ആയതുകൊണ്ട്, ഉപവസിക്കുന്ന മൊർദെഖായി ആയതുകൊണ്ട്, പ്രാർത്ഥനയുടെ നടുവിൽ മൊർദെഖായിയെ തള്ളിക്കളയാൻ സർവശക്തനായ ദൈവം ആമേൻ മതിയായ ദൈവമല്ല. കാരണം സ്നേഹിക്കുന്ന ദൈവമാ, അവൻ കരുതുന്ന ദൈവമാ, അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. അവൻ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിച്ച് എവിടെ മാന്യത നഷ്ടപ്പെട്ടോ, എവിടെ അവൻ അധികാരങ്ങൾ നഷ്ടപ്പെട്ടോ, എവിടെ ജോലി നഷ്ടപ്പെട്ടോ, എവിടെ വീട് നഷ്ടപ്പെട്ടോ, എവിടെ അധികാര പത്രങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ, അതിനെ മടക്കി തന്ന് സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ഹാമാൻ ആമീൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില നന്മകൾ, ആമീൻ മൊർദെഖായിയെ കൊന്നുകളയുവാൻ കഴിവരവരേക്ക് കാത്തിരിക്കുന്ന ഹാമാന്റെ കയ്യിൽ നിന്ന് ആ അധികാരത്തെ വാങ്ങി മൊർദെഖായിക്ക് കൊടുക്കുന്ന സാഹചര്യം. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്തു തന്നെ മോതിരം മൊർദെഖായിക്ക് കൊടുത്തു. അവിടെ കാണാൻ കഴിയുന്ന ചില അധികാരത്തെ, ചില ആമീൻ മേത്തരമായ അനുഭവത്തെ, നിന്നിൽ നിന്ന് ശത്രുവാകുന്നവൻ ഒരു കാലത്ത് അപഹരിച്ചു കളഞ്ഞ ചില അധികാരത്തെ ദൈവാത്മാവ് ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി നിന്റെ കൈമേൽ അണിയിക്കുന്ന സർവശക്തനായ ദൈവം. ആമീൻ. ആ അധികാരം ഇപ്പോൾ ഹാമാന്റെ കയ്യിലാണ്. മുൻകാലങ്ങളിൽ അധികാരം നിന്റെ കയ്യിലായിരുന്നു എങ്കിൽ ആ അധികാരി ശത്രുവാകുന്നവൻ കരസ്ഥമാക്കി പല മേഖലകളിൽ നിന്നെ ഒതുക്കിക്കളഞ്ഞ സ്ഥാനത്തു നിന്ന് ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് അധികാരത്തെ പിടിച്ചു വാങ്ങി നിന്റെ കയ്യിൽ അണിയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. മാത്രമല്ല ആമേൻ, അടുത്ത വാക്യം വായിക്കുന്ന ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി മാറ്റി. ആമേൻ. ഹാമാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില നന്മകൾക്ക്, ചില അധികാരപത്രങ്ങള് ഹാമാന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയുടെ കയ്യിലേക്ക് ദൈവാത്മാവ് കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയാം, ആമേൻ ആമേൻ ആമേൻ. നിന്റെ ആമേൻ നന്മകളെ ശത്രു അപഹരിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ ആമേൻ നീ അനുഭവിക്കേണ്ട പല വിടുതലുകളും ശത്രു കരസ്ഥമാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ, പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഉപവസിക്കുന്ന ദൈവജനമേ, കണ്ണുനീരൊഴുക്കുന്ന ദൈവജനമേ, നീ അനുഭവിക്കേണ്ട നന്മ അത് ശത്രുവാകുന്നവൻ അനുഭവിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ആ നന്മയെ മടക്കി തന്ന് സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ശത്രുവിന്റെ കരങ്ങളിൽ ഒതുങ്ങപ്പെട്ട അധികാരത്തെ ആമീൻ, അതെന്തുമായിക്കോട്ടെ, ജോലിയായിക്കോട്ടെ, ഭവനമായിക്കോട്ടെ, വസ്തുവായിക്കോട്ടെ, ആമീൻ, ശത്രു അപഹരിച്ചു വെച്ചിരിക്കുന്ന, നീ അനുഭവിക്കേണ്ട നന്മകൾ അപഹരിച്ചു വെച്ചിരിക്കുന്ന ആ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് അധികാരത്തെ പിടിച്ചു വാങ്ങി നിന്റെ മേലോട് പകർന്ന് സ്വർഗം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ആമീൻ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയിൽ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അത് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ആമീൻ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് ആമീൻ ചില നന്മകളെ പിടിച്ചു വാങ്ങി ആമീൻ നാം അനുഭവിക്കേണ്ട നന്മകൾ നാം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.